അങ്ങനെ ഇവിടെ സ്പ്രിങ് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സിമ്പിളായിട്ട് ഇവരെല്ലാം ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. വെള്ളമൊക്കെ ഉരുകി ഐസൊക്കെ ഇങ്ങനെ അവിടെ ഒന്ന് പോയിട്ട് വരാം ജസ്റ്റ്. എൻ്റെ പൊന്നോ, ഞാൻ പേടിച്ചു പോയല്ലോ. ഈസ്റ്ററിനെ പറ്റിയൊക്കെ നല്ല ഓർമ്മകളാണുള്ളത്. എന്താണുള്ളത്? അവധിയല്ലേ? അവധി വേറെ ഞായറാഴ്ചയാണ്. അതെ, ഈസ്റ്റർ അല്ലേലും. അതെ അതെ. എന്നാലും എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ ക്ലാസ്സിൽ? സ്കൂളിൽ പ്രോഗ്രാംസ് ആണോ ഈസ്റ്ററിന്? എനിക്കറിയത്തില്ല ഈ ബസ്സൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്ന. പിന്നെ എനിക്ക് ഇതൊരു ഈസ്റ്റർ പുതിയൊരു അനുഭവം കേട്ടോ. എടാ 60 ഇതുവഴിയാണ് പോകുന്നത്. ഇതിനകത്ത് കയറി നമുക്ക് എത്താവോ? ആണോ? നമുക്ക് പോകേണ്ട വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. 60 ആണ്. ഞങ്ങളൊരു ദിവസം കയറി. അപ്പം അതുകൊണ്ട് അങ്ങനെ മഞ്ഞെല്ലാം മാറി ഇങ്ങനെ ഐസ് എല്ലാം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു സീനാണ് കാണുന്നത്. ഒഴുകി നടക്കുന്നുണ്ട് ഐസ്. പള്ളിയുടെ വേറൊരു വ്യൂ. എല്ലാവരും പതുക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടാണ് Arkhangelsk. വാനം എന്താണ്? അതെ, അത് ഈ റിവർ സൈഡ് ആയതുകൊണ്ടാണ് ഇത്ര തണുപ്പ് കേട്ടോ. അല്ലെങ്കിലും തണുപ്പുണ്ട്. പക്ഷെ എനിക്ക് കാല് തണുക്കുന്നില്ല. കാല് തണുക്കാത്തത് മറ്റേ സാധനം ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ശനിക്ക് വേണമെങ്കിൽ എൻ്റെ ഐസിൽ കയറി ഇന്ന് അങ്ങോട്ട് പോകാം. നമുക്ക് അവിടെ റിവർ സൈഡിന് അമർസ്നേഹം എത്താം. ഇല്ലടാ, അത് മുങ്ങത്തൊന്നും ഇല്ല. കാരണം അതിനകത്ത് മുകളിൽ ഇങ്ങനെ കയറി ഇരുന്നങ്ങ് പോയാൽ മതി. ട്രൈ ചെയ്യുന്നോ? ശനികാസ്കറിയാം മോളെ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഞാൻ അനക്കുന്നൊന്നുമല്ല. നമ്മൾ ടൈറ്റാനിക്കിലെ ഐസ്ബർഗ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അല്ല, മഞ്ഞുരുകുമ്പോഴത്തേനിങ്ങനെ ഇതിങ്ങനെ ഒഴുകി നടക്കുകയാണ്.
നീലാകാശം. ഓ അതാ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ആൾക്കാർ. അയ്യോ ഇതാ 60 പോയത്. അവിടെ അവിടെയൊക്കെ ഫ്ലവേഴ്സ്. 1 പോയാൽ 9 വരുമെന്നാണോ ഉദ്ദേശിച്ചത്? കുട്ടി കേട്ടു കുട്ടി എന്താണ് പറഞ്ഞത്? അല്ലാതെ 44, 43 ഒക്കെ വരും. ഈ വഴി 1 വരും. ആ അടുത്ത മാസം ആകുമ്പോൾ അവിടെ ഒരു ഓപ്പൺ പാർക്കാണ്. അവിടെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ വെക്കും. സമ്മർ ആകുമ്പോൾ എനിക്കിവിടെ കാണുമ്പോൾ ഉണ്ടല്ലോ കുമരകം ഓർമ്മ വരുന്നത് എന്താണെന്നറിയത്തില്ല. സനിയ കുമരകമായിട്ട് അർഹംഗൽസ് കമ്പയർ ചെയ്തില്ല. എനിക്കില്ല ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നോണ്ടാണോ എന്നറിയത്തില്ല. സനി ആ പടം പോയിട്ടുള്ള സ്ഥലം കുമരകമല്ലേ? സത്യം പറ. പിന്നെ സ്റ്റെപ്പൊക്കെ അമ്മയുടെ അനിയത്തി കുമരകത്തിനടുത്തായില്ലേ നമ്മൾ പോകുന്ന, അന്നെങ്കിൽ അമ്മ വീട് അല്ലെങ്കിൽ പള്ളി. അത് തന്നെ, ഇത് തന്നെ ഞാനും പറഞ്ഞു, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കുമരകത്തല്ല. ആ പടം കമ്പയർ ചെയ്യാനായിട്ട് ഒരു സ്ഥലമേ ഉള്ളൂ, അതല്ലേ സത്യം? കൊച്ചി എയർപോർട്ട്. ശനി 3 പോലും പോയിട്ടില്ല, അറിയോ? അവരുടെ ഡിസ്ട്രിക്റ്റിലാണ്. വാഗമൺ പോയിട്ടുണ്ട്. വരുന്നോ നീ? ഇടുക്കി പോയി ചേച്ചിയും പോയി പോകെ എല്ലാത്തിലും മറ്റിലും പോകാം. എന്നിട്ട് ഞാനും ചുളിയിലൊരു ഇടുക്കിയൊക്കെ കാണാം. സ്വന്തം സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല ജനിച്ചിട്ട്. സ്പേസ് ഒക്കെ അത്യാവശ്യത്തിനുണ്ടല്ലോ അല്ലേ? സ്പേസ് ഞാൻ അത്യാവശ്യത്തിന് ഉണ്ടാക്കിയിട്ടത് കൊണ്ട് no problem for now, but I don't know about ദേശാടന കിളികളൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ ഇവിടുന്ന് യാത്രയൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരെല്ലാം തിരിച്ചെത്തി. ഉണ്ടോ ദിവസം യാത്ര ചെയ്യുന്നുണ്ടോ? കാഴ്ചക്ക് മോളിരുന്നിട്ട് വളരാണൊക്കെ. നിറയെ കട്ടകളായിട്ടുള്ള ഐസ് ഒഴുകി വരുന്നുണ്ട്. ആക്ച്വലി ഒരു രക്ഷയില്ല കേട്ടോ ഈ സീൻ. ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നീങ്ങുന്ന പോലാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അവരെല്ലാം കിടന്ന് ബഹളം വെക്കുന്നു. എന്തോ നമുക്ക് താഴോട്ട് ഇറങ്ങാം. കണ്ടോ താറാവ് എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ എല്ലാവരും വന്നോ കണ്ടോ, ഇവരും വന്നു അവരും വന്നു. ഇവരും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവരെല്ലാം പറന്ന് പോയിരിക്കുകയായിരുന്നു, അവരും പറന്ന് പോയിരിക്കുകയായിരുന്നു.
നമ്മൾ ഈ കണ്ടത്തിലൊക്കെ അത് ശരിയാ. കൊയ്തൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മഴ പെയ്യുമ്പോഴത്തേനൊരു മണമുണ്ട്, അതുപോലത്തെ ഒരു മണമാണ്. ആ മണമൊന്നും എനിക്ക് വരുന്നില്ല, ഞാൻ കണ്ടത്തിന്റെ ഒരു ഫീല് വരുന്നുണ്ട്. ലക്ഷ്മി ഇരുന്ന് കൊച്ചിന് കരയിന് സ്ഥലപ്പോട്ടെ. ചേച്ചി പോയി ചെയ്തോ, ക്യാരിയർ. ഞാൻ സുമതി അമ്മയോട് പറഞ്ഞോളാം, ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. ഇതേ മുങ്ങും ചേച്ചി, വേണ്ട ചേച്ചി, അതാ പോയി ചെയ്. ചേച്ചി വേണ്ട ചേച്ചി, ഇവിടെ ആഴമുള്ളതാണ്, ചേച്ചിക്ക് ചെയ്ത പോര്. എന്തോന്നൊക്കെ എന്താ ലക്ഷ്മി പാവം, ഞാൻ ക്യാമറ ഇട്ട് ഓടാവട്ടെ. അതെന്താണ് ലക്ഷ്മിക്ക് സ്റ്റോക്കേഴ്സ് ഉണ്ടോ? സ്റ്റോക്കേഴ്സ് ഉണ്ടോ? ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. പയ്യേ സുഖമില്ല, ഇങ്ങ വാ. ഇവിടെ പോണ അതിനൊരു തല്ല് കൊടുത്താന്ന് തോന്നുന്നു, അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരുന്നത്. ഇല്ല, ഞാൻ അപ്പയോട് കൂട്ടില്ല, എനിക്ക് അപ്പനെ വേണ്ട, കോംപ്രമൈസ് ആയി. ഫോട്ടോഗ്രാഫർ ഉണ്ട് നമ്മൾ പറയിക്കട്ടെ. അതായത് ചേച്ചി ഫോട്ടോഗ്രാഫി എടുക്കുന്നു. ചേച്ചി എനിക്കിടുത്ത താറാവിനെ ഇഷ്ടം കേട്ടോ, എന്താണെന്നറിയില്ല.